കൂടി നമുക്ക് ആരാധിച്ചുകൊണ്ടിരിക്കാം. അതേ ആരാധനയിൽ അവിടുത്തെ ദൈവിക ശക്തി വെളിപ്പെടുന്നു. ആരാധനയിൽ വിടുതലുകൾ സംഭവിക്കുന്നു. അതേ നമുക്കറിയാം, അപ്പോസ്തലന്മാർ രാത്രി ആരാധിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവരുടെ ചങ്ങലകൾ പൊട്ടി, അവരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു. അവിടെ എത്ര പേരെന്നുള്ളതല്ല വിഷയം. അവിടെ വിഷയം നമ്മുടെ ആരാധനയാണ്. നമ്മുടെ പൂർണ്ണ ഹൃദയത്താൽ നമ്മുടെ ദൈവത്തെ നോക്കിക്കൊണ്ട് നമ്മുടെ പൂർണ്ണ മനസ്സോടുകൂടി നമ്മുടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവിടെ ഒരു സംശയവുമില്ല, അവിടെ ചങ്ങലകൾ പൊട്ടും, അവിടെ ബന്ധനങ്ങൾ അഴിയും. അതെ, അവിടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും, അവിടെ വിടുതലുകൾ സംഭവിക്കും. കർത്താവ് അവിടെ വെളിപ്പെടും. അവിടെ എത്ര പേരെന്നുള്ളതിലല്ല, അവിടെ എത്ര ആളുകളുണ്ടെന്നുള്ളതിലല്ല, അവിടെ ആരൊക്കെയുണ്ട് എന്നുള്ളതിലല്ല, നമ്മുടെ പാട്ടിലെ ഒരു കഴിവോ നമ്മുടെ പാട്ടിലെ ഒരു സൗന്ദര്യമോ ഇവിടുത്തെ മ്യൂസിക്കോ അല്ല വിഷയം. ഇവിടെ വിഷയം എന്നുള്ളത് നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ഹൃദയം ഇവിടെ ഉണ്ടോ? അവിടെ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ഹൃദയം ഉണ്ടെങ്കിൽ അവിടെ കർത്താവിന്റെ കണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ വിടുതലുകൾ സംഭവിക്കും, നമ്മളെ ശക്തീകരിക്കും, പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാടുകൾ നമുക്കുണ്ടാവും, നമുക്ക് അനുഗ്രഹം ഉണ്ടാവും, നമ്മുടെ ശാപങ്ങൾ മാറും, നമ്മുടെ പാപങ്ങൾ മാറും. നമ്മുടെ പാപത്തെ ക്ഷമിക്കുവാനായിട്ട് നമ്മുടെ കണ്ണുനീരിനല്ല, നമ്മുടെ കർത്താവിന്റെ തിരു രക്തത്തിന് മാത്രമാണ് നമ്മുടെ പാപത്തെ ക്ഷമിക്കുവാനുള്ള ശക്തിയുള്ളത്. നമുക്ക് കർത്താവിലേക്ക് നോക്കാം. ഈ ഒരു സമയം നമ്മളിവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ തുറന്നുകൊണ്ട് നമുക്ക് കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കാം. നമുക്കറിയാം, നമുക്ക് ശക്തനായ ഒരു ദൈവമുണ്ട്. അവനോട് ജീവിക്കുന്ന ദൈവമാണ്. അവൻ നമുക്ക് അടുത്തായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ എപ്പോഴും ചേർന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവം ഇന്നിവിടെ ഉണ്ട്. അത് കർത്താവിന്റെ വാഗ്ദത്തമാണ്. 2-3 പേർ എവിടെയുണ്ടോ അവിടെ ദൈവം വരും, അവിടെ യേശു കർത്താവ് വരുമെന്നുള്ളത് അത് കർത്താവിന്റെ വാഗ്ദത്തമാണ്. അവനത് കള്ളു പറയുന്ന ദൈവമല്ല, അത് സത്യമായ ദൈവമാണ്, പരിശുദ്ധനായ ദൈവമാണ്. അവൻ ഇവിടെ ഉണ്ട് നമ്മുടെ ഹൃദയത്തിൽ. അത് നമുക്കറിയാം, എത്ര പണം നേടിയാലും എത്രയൊക്കെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും നമ്മുടെ ജീവിതത്തിൽ സമാധാനമില്ലെങ്കിൽ ആ പണം കൊണ്ടോ നേടിയ സുഖ സൗകര്യങ്ങൾ കൊണ്ടോ നമുക്ക് ഒരു അർത്ഥവുമില്ല. ക്രിസ്തുവിനുള്ള സമാധാനം, അതെ, ആ സമാധാനം തരുവാൻ മതിയായ ഒരു ദൈവം. അത് നമുക്ക് ലോകത്തിൽ വേറെ ഒന്നിൽ നിന്നും ആ സമാധാനം കിട്ടത്തില്ല. കർത്താവിൽ നിന്ന് മാത്രമാണ് നമുക്ക് ആ സമാധാനം കിട്ടുന്നത്. ആ സമാധാന പുത്രൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, സമാധാനത്തിന്റെ പുത്രൻ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഈ ലോകത്തിലേക്ക് നോക്കണ്ട. നമുക്ക് ഈ ലോകത്തിലുള്ള ഒരു കഷ്ടവും നമുക്ക് ഭാരമായി തോന്നുന്നില്ല. കാരണം നമ്മളെ ആ പുത്രൻ ശക്തിപ്പെടുത്തും, നമ്മളെ ആ പുത്രൻ നമ്മളെ സന്തോഷിപ്പിക്കും. നമുക്ക് ആ പുത്രൻ, അതെ, ദൈവപുത്രൻ യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിനുള്ള സമാധാനം കൊടുക്കും. ആ സമാധാനത്തിന്റെ പുത്രൻ നമുക്ക് ഇന്ന് വേണ്ടി രോഗത്തിന് വിടുതലായി നമ്മുടെ ജീവിതത്തിന്റെ ഭാരങ്ങൾ ഇറക്കി വെക്കുക. അതിശക്തനായ ദൈവം